അങ്ങനത്തെ അവസ്ഥയിൽ കഴിഞ്ഞാൽ എന്തായാലും ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ ആക്രമണം നടക്കുന്നത്. മമ്മൂട്ടിക്കെതിരെയുള്ള, ദുൽഖറിനെതിരെയുള്ള ഇത്തരം ആക്രമണങ്ങളെല്ലാം ഇവിടെ തീർച്ചയായിട്ടും ചിലർക്ക് മാത്രം സിനിമകൾ മതി, ചില കഥകൾ മാത്രം സിനിമയാക്കിയാൽ മതി, ചിലർ മാത്രം സിനിമയിൽ അഭിനയിച്ചാൽ മതി, ചില ആളുകളെ സിനിമകൾ മാത്രം നാട്ടുകാർ കണ്ടാൽ മതി എന്നുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ്. അതൊരു പ്രത്യേക അജണ്ടയാണ്. ചില പ്രൊപ്പഗണ്ട നടപ്പിൽ വരുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. നമ്മളതിൽ വീഴാതിരിക്കുക, നമ്മളതിനെ ചെറുക്കുക എന്നുള്ളതാണ്. നിരന്തരം ചെറുത്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. എനിക്ക് എന്റെ ഈ ഒരു ചാനലിലൂടെ, എന്റെ വീഡിയോസിലൂടെ ഇങ്ങനെയൊക്കെ പറയാനേ സാധിക്കുള്ളൂ. നിങ്ങളൊപ്പം ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്നൊരു കാര്യം കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് എനിക്ക് വളരെയധികം ആവശ്യമാണ്. പ്രിയ സുഹൃത്തുക്കളെ, സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ടെങ്കിൽ വീഡിയോ കാണുക, നിങ്ങൾ ഷെയർ ചെയ്യണം, എന്റെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എഴുതിക്കണം. ഒരുപക്ഷെ എന്റെ അഭിപ്രായത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള അഭിപ്രായമായിരിക്കാം, നേരെ എതിർപ്പായിരിക്കാം. നിങ്ങൾ എഴുതണം, തീർച്ചയായിട്ടും എഴുതിക്കണം. എല്ലാവർക്കും പറയുവാനും എഴുതുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നേ. ഞാനത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ്? അല്ലെങ്കിൽ ഞാൻ സംഖ്യയായിട്ട് പോയി. അപ്പൊ സുഹൃത്തുക്കളെ, ബൈ.